കർത്താവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്നത്തെ യാത്ര, ഇന്നത്തെ ജീവിതം, ഇന്നത്തെ ഇടപാടുകൾ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ ഇപ്പോൾ പ്രാർത്ഥന കൂടുന്ന എല്ലാവർക്കും, ഈ നിമിഷം പ്രാർത്ഥന കൂടുന്ന എല്ലാവരെയും നീ ആശീർവദിക്കണമേ. കർത്താവിൻ്റെ തൊഴിലിടങ്ങളെ നീ ആശീർവദിക്കണമേ. കർത്താവ് സ്വന്തമായിട്ട് ലോൺ എടുത്തിട്ട് സ്വന്തമായിട്ട് ജീവിച്ച് തൊഴിൽ കണ്ടെത്തി സ്വന്തമായിട്ട് മാർക്കറ്റ് കണ്ടെത്തി രാവും പകലും അധ്വാനിക്കുന്നവരുണ്ട്. കുടുംബത്തെപ്പോലും മറന്ന് അധ്വാനിക്കുന്നവരുണ്ട്. കർത്താവ് അവർക്ക് വേണ്ട ഫലം കൊടുക്കണം. കർഷകരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കാര്യം തിരുവാതിര ഞാറ്റുപേര് തന്നെ കർത്താവ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ കുരുമുളക് കഴുകിക്കൊണ്ട് ജീവിക്കുന്ന കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്. ഈശോയെ, കടലിലാണെങ്കിൽ വൻമീനുകളെ പിടിച്ചു മാറ്റിയത് കാരണം, വൻ കപ്പലുകൾ, ഫാക്ടറി കപ്പലുകൾ വൻമീനുകളെ പിടിച്ചു മാറ്റിയത് കാരണം മത്തിയെ കഴിക്കാൻ ആളില്ലാത്തത് കൊണ്ട് മത്തി പെരുകി അവസാനം സൂചിമത്തി പോലുള്ള ചെറിയ മത്തി പോലെ ആയിപ്പോയി. വലിയ മത്തി കിട്ടുന്ന സമയത്ത് പോലും ഒരു വിലയുമില്ലാത്ത ചെറിയ മത്തി ആൾക്കാർ കഴിക്കുന്നത്. എന്തൊരു ഭക്ഷ്യ ശൃംഖലയിൽ വന്നിരിക്കുന്ന വലിയ തകർച്ചയാണ്. അമ്മ പറഞ്ഞല്ലോ ദുരന്തമുണ്ടാകാൻ പോണ്, പ്രാർത്ഥിക്കണമെന്ന്. ഞങ്ങളുടെ പാത്രങ്ങൾ നോക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സംഭവിക്കുന്ന ദുരന്തങ്ങളുടെ കണ്ണുനീര് കാണാൻ പറ്റും. അമ്മേ, ഈ വിഷയത്തിൽ ശാസ്ത്രത്തിനോ ലോകത്തിനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറേ സാരോപദേശങ്ങൾ നൽകാനേ പറ്റത്തുള്ളൂ. പല ഉച്ചകോടികളും സാരോപദേശങ്ങളുമായിട്ട് ലോകം പുരോഗമിക്കുമ്പോഴും ലോകം ഒരു വശം കൊണ്ട് അസ്തമിച്ചുകൊണ്ടിരിക്കുകയും പ്രളയം കയറി മുടിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ മഹാദുരന്തത്തിൻ്റെ കാഴ്ചകളിൽ അമ്മയുടെ മധ്യസ്ഥ ഞങ്ങളെ ലോകത്തെ ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇതിൻ്റെ പേരിൽ പെയിൻറ്റേഴ്സ് തന്നെ പണിക്ക് പോകാൻ പറ്റാത്തവരുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചാണ്. മഴ പെയ്യുന്നുണ്ടെങ്കിൽ പെയിൻറ്റർമാരാരും വിളിക്കത്തില്ല. അവിടെ കുഞ്ഞുങ്ങളും കുടുംബവും പട്ടിണിയായി പോകും. ഇങ്ങനെ കരപ്പണി ഒന്നും നടക്കത്തില്ല. ഇപ്പം തന്നെ 500 മില്ലി ലിറ്റർ മഴയാണ് പെയ്തിരിക്കുന്നത്. 182 ലിറ്റർ മഴയ്ക്ക് പകരം ഇത്രയും മഴ ഈ മാസം പെയ്ത് മാറിയിരിക്കുന്നു. എത്രയോ തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. എത്രയോ പേര് വിഷമിക്കുന്നു. കർത്താവ്, അവർക്കെല്ലാം കർത്താവ് കാലാവസ്ഥ മൂലം ഉണ്ടായിരിക്കുന്ന ദുരന്തത്തിന് മൂലം ഉണ്ടാകുന്ന ചേഞ്ച്, അതുമൂലം കുടുംബത്തിനുണ്ടാകുന്ന ദുരന്തത്തെ പ്രാർത്ഥന കൊണ്ടെല്ലാം പരിഹരിക്കാൻ പറ്റത്തില്ലെന്നാണ് കൃപാസനം മാതാവ് 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് പറഞ്ഞത്. അമ്മ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, ഈ തൊഴിൽപരമായ ദുരന്തങ്ങൾ, ശാരീരിക ദുരന്തങ്ങൾ, രോഗദുരന്തങ്ങൾ, എല്ലാത്തരം ദുരന്തങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങൾ ഏതെങ്കിലും ദുരന്തങ്ങളിലേക്ക് അങ്ങനെ മക്കൾ പോകുന്നുണ്ടെങ്കിൽ ആ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനും, എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന ദുരന്തങ്ങളാകാം, തെറ്റായ തീരുമാനം എടുക്കുന്ന ദുരന്തങ്ങളാകാം, അതുപോലെ തന്നെ തെറ്റായ നടപടിക്രമങ്ങളിലൂടെ ഉണ്ടാകുന്ന ദുരന്തങ്ങളാകാം. ചിലപ്പോൾ അങ്ങനെയുള്ള എല്ലാവിധ സാഹചര്യങ്ങളിൽ നിന്നും ചിലപ്പോൾ പഠനത്തിൽ തെറ്റായ തീരുമാനമെടുക്കും, ചിലപ്പോൾ ജോലിയിൽ തെറ്റായ തീരുമാനമെടുക്കും, വിവാഹത്തിൽ തെറ്റായ തീരുമാനമെടുക്കും, ദൈവത്തെ ഉൾപ്പെടുത്താതെ തീരുമാനിക്കും. അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ സ്വകാര്യവും അതുപോലെ സാമൂഹികമായ ദുരന്തങ്ങൾ, എല്ലാവിധ ദുരന്തങ്ങൾ ഭവിഷ്യത്ത് അനുഭവിക്കുന്നവരെ സ്വയം പഴിച്ചുകൊണ്ട് എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് എല്ലാവരോടും തന്നെ സ്വരത്തിൽ പറഞ്ഞ് ആ മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി അങ്ങനെയുള്ള എല്ലാ അവസ്ഥകളിൽ നിന്നും ജീവിക്കുന്ന ഭീഷ സർക്കിള്, വിഷമവൃത്തത്തിൽ താമസിക്കുന്ന എല്ലാവരെയും അമ്മ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ വിഷമവൃത്തത്തിലും ദുരന്ത മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടുകയും സൗഖ്യപ്പെടുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി
മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മക്കളെ, നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം 17:11, സങ്കീർത്തനം 80:3. മത്തായി 17:11. അവൻ പറഞ്ഞു ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. അടുത്തത് സങ്കീർത്തനം 80:3. ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. അതായത് ആദ്യം പറയണത് മത്തായിയുടെ സുവിശേഷം 17:11. എന്താ പറയണത്? ഈശോ പറയണാണ് ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കത്തിനെ ചെയ്യും. സങ്കീർത്തനം 80:3 പറഞ്ഞത് എന്താണ്? ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. എന്താണ്? അങ്ങ് ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അപ്പോൾ പുനരുദ്ധരിക്കുക, പുനഃസ്ഥാപിക്കുക, പുനഃക്രമീകരിക്കുക, അത് രക്ഷപ്പെടുന്ന ഒരു മാർഗമാണ്. ഇപ്പോൾ ഒരു രക്ഷയുമില്ല എന്ന് പറയത്തില്ലേ? ആർക്ക് ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? പുനരുദ്ധരിക്കുകയാണ്. പുനരുദ്ധരിക്കുക എന്താ? അതുപോലെ തന്നെ പുനഃസ്ഥാപിക്കുക. പുനഃസ്ഥാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവകൃപ പുനഃസ്ഥാപിക്കുക. പുനരുദ്ധരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴയ പ്രതാപത്തിലേക്ക് നമ്മളെ വീണ്ടും ദൈവം റീസെറ്റ് ചെയ്യുക. ഇത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ ഈ വചനം എടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ പഴയ നിയമമാണ് സങ്കീർത്തനം, പുതിയ നിയമമാണ് മത്തായിയുടെ സുവിശേഷം. രണ്ടിലും കൈകാര്യം ചെയ്യുന്നതാണ്. ഒന്നിന് പുനരുദ്ധരിക്കുക എന്ന് പറയുന്നത്, ഒന്നിന് പുനഃസ്ഥാപിക്കുക എന്ന് പറയും. അപ്പോൾ പുനഃസ്ഥാപിക്കുക, ഞങ്ങളെ രക്ഷപ്പെടേണ്ടതിന് നമ്മൾ രക്ഷപ്പെടുക. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തട്ടുകേട് വന്നാൽ പിന്നെ ഉടനെയുള്ള നടപടി എന്താണ്? പുനഃസ്ഥാപിക്കുകയാണ്. എന്ത് പുനഃസ്ഥാപിക്കണം? ദൈവമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കണം. ഐശ്വര്യം പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞില്ലേ? ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ജെറമിയ 29:14. ജെറമിയ 29:14. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും കർത്താവ് അരുൾ ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഇപ്പം ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനായി ഞങ്ങളെ പുനരുദ്ധരിക്കണമെന്നാണ് സങ്കീർത്തനം പറയണത് 80:3. ഇപ്പം ജെറമിയ എത്ര പറഞ്ഞിരിക്കണേ? 29:14. എന്താണ്? ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഐശ്വര്യം പുനഃസ്ഥാപിക്കണ എന്താ മാർഗം? അതായത് ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. അപ്പം അവിടെ ഐശ്വര്യം മാത്രമല്ല, ഐശ്വര്യം പുനഃസ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഏലിയ എങ്ങനെയാണ് ഐശ്വര്യം പുനഃസ്ഥാപിച്ചത്? ഏലിയ പറഞ്ഞു വരാൻ പോകുന്ന നാശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പം ജനങ്ങൾ വന്ന് ഏലിയയോട് ചോദിച്ചു. എന്നാ ചോദിച്ചത്? ജനക്കൂട്ടം വന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ, രക്ഷപ്പെടാനും ഐശ്വര്യം പുനഃസ്ഥാപിക്കാനും എന്ത് ചെയ്യണം? ഇപ്പോൾ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ലൂക്കായുടെ സുവിശേഷത്തിൽ എന്താണ് ഈ ഏലിയായുടെ സ്ഥാനത്ത് യോഹന്നാൻ സ്നാപകൻ പറയണത് എങ്ങനെയാണ്? ജനക്കൂട്ടം വന്ന് ചോദിക്കും, ഞങ്ങൾ എന്താണ് ചെയ്യണം? ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ലൂക്ക 3:10. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, രണ്ടുടുപ്പുള്ളവൻ ദാനധർമ്മം ചെയ്യണമെന്നാ പറയണത്. ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ ഇല്ലാത്തവനെ കൊടുക്കണമെന്നാ പറയണം.
രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ഉടമ്പടി അങ്ങനെ കുറേ ഹോംവർക്കുകളുണ്ട്. എന്താണെന്നറിയാമോ? ഇതെല്ലാം ഐശ്വര്യം, അതായത് വിളങ്ങനെ വെച്ച് ഞാൻ 90 കൊന്ത ചെല്ലിയപ്പോൾ എന്നോട് വിജയകുമാരൻ സാർ പറഞ്ഞത്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. എന്താണ്? അതായത് അനുതപിച്ചാൽ അനുഗ്രഹം പ്രാപിക്കുമെന്നാണ്. അപ്പോൾ അനുതാപം എന്ന് പറയണത് നമുക്കറിയാം, ഈ അനുതാപം എന്ന് പറയണത് ഈ ഐശ്വര്യം പുനഃസ്ഥാപിക്കാനുള്ള ഒരു സംവിധാനമാണ്. അത് നമ്മൾ ചിലപ്പോൾ പണ്ടൊക്കെ ആദിമകാലങ്ങളിലൊക്കെ ജനങ്ങൾ അവരുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവരുടെ തിന്മകൾ സമൂഹത്തോട് ഏറ്റുപറയും. പിന്നീട് സഭയുടെ പ്രത്യേക അധികാരത്തിൽ, അപ്പോസ്തലികമായ പത്രോസ് കൊടുത്ത അധികാരത്തിൽ അത് ഈശോയുടെ പ്രതീകമായ പ്രതിനിധിയായ വൈദികനോട് പറഞ്ഞ് ഈശോയോട് പറഞ്ഞതിന് പകരം പറഞ്ഞിട്ട് കർത്താവ് കൊടുത്ത പാപക്ഷമ സ്വീകരിക്കാം. അവരുടെ ഉദ്ദേശം എന്താണ്? ഐശ്വര്യം പുനഃസ്ഥാപിക്കുകയാണ്. അപ്പോൾ ആ കുംഭസാരം എന്ന കുദാശ ഉള്ളവർക്ക് അതാണ് അവർ ഫോളോ ചെയ്യേണ്ടത്. അതില്ലാത്തവരുണ്ടല്ല, അവരില്ലാത്തവർ ആ പാപങ്ങളെയും പാപത്തിൻ്റെ ജീവിത രീതികളെയും അവർ വെറുത്തുപേക്ഷിക്കണം. അതുകൊണ്ടാണ് ആൾക്കാർ പരിഹാരം ചെയ്യാൻ ആൾക്കാരുടെ മനസ്സിലുണ്ട്. ഇപ്പം മലയിലൊക്കെ ഇരുമുടിക്കെട്ടുമായിട്ട് എന്തുകൊണ്ടാണ് ആൾക്കാർ 18-ാം പടി കയറണത്? ആ പരിസരം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഉണ്ട് അത് തിന്മകളിൽ നിന്ന് നന്മയിലേക്ക് വരണമെന്ന ആഗ്രഹം. നമ്മുടെ ഋഷിമാരൊക്കെ പാടിയിട്ടില്ല അങ്ങനെ. ഗീതയിൽ 4-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യമാണ്, ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പം ധർമ്മത്തെ സംസ്ഥാപിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വിപ്ലവമായിട്ടും രക്തദൂഷിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ അത് പുനഃസ്ഥാപിക്കപ്പെടും. പക്ഷേ ഈശോ പറഞ്ഞ് വാളെടുക്കുന്നവരൊക്കെ പിന്നീട് വാളാൽ തന്നെ നശിക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു ശാശ്വതമായ പരിഹാരമല്ല, രക്തത്തിൻ്റെ വഴികളാണ്. പക്ഷേ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ യുഗങ്ങളിൽ മാത്രം ഏതെങ്കിലും ഒരു യുഗത്തിലെ, ഇപ്പം ത്രേതായുഗം, കലിയുഗം, അങ്ങനെ വ്യത്യസ്തമായ യുഗങ്ങളില്ലേ, ആ യുഗങ്ങളിൽ മാത്രം അത്രയും ഇടവേളയിൽ വെച്ച് ധർമ്മം സംസ്ഥാപിച്ചാൽ എന്തുമാത്രം മനുഷ്യരാശിക്ക് നിലനിൽക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, നിങ്ങൾ ഈ അനുതാപം എന്നുള്ളത് ഈ വെൻഡ് ഔട്ട് ആൻഡ് ക്രൈഡ്. പത്രോസ് ആണ് ഐശ്വര്യം സ്ഥാപിച്ചതിൻ്റെ ബൈബിളിലെ ഏറ്റവും വലിയവൻ. കർത്താവിനെ ഒറ്റിക്കൊടുത്ത് തള്ളിപ്പറഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ ബൈബിൾ പറയും, ഹി വെൻഡ് ഔട്ട് ആൻഡ് ക്രൈഡ് ബിറ്റർലി. അവൻ പുറത്തേക്ക് പോയി കൈപ്പോടെ കരഞ്ഞു എന്നല്ല, കരഞ്ഞുകൊണ്ടേയിരുന്നു. ഓരോ ദിവസവും തൻ്റെ തിന്മകളെക്കുറിച്ച് അനുതാപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ സന്നിധിയിലെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാനുള്ള സുവിശേഷ നടപടി. ആഗമനകാലത്ത് ഇത്രയും കേട്ട് കർത്താവിനെ തിരിച്ചു വരാൻ എല്ലാവർക്കും കഴിയട്ടെ. പിതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു ആരിലൂടെയും വരാം, എവിടെ നിന്നും വരാം, ഏത് സമയത്തും വരാം. അപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ ഈ അനുഭവങ്ങളില്ലേ, നമ്മുടെ പാസീവ് ആൻഡ് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഇല്ലേ, അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അത് നിങ്ങൾ ഓർക്കും വളരെ നല്ല, ഇവിടെ ഈ സാക്ഷ്യം പറയണതെല്ലാം പോസിറ്റീവായിട്ടുള്ള ഗ്രീൻ ചാനലിലൂടെ ക്രിസ്തു വന്നതിൻ്റെതാണ് ഇല്ലേ. ഇത് ഭൗതിക നേട്ടങ്ങളെല്ലാം അങ്ങനെയാണ്. പക്ഷേ ആധ്യാത്മിക നേട്ടങ്ങളെ കൃപ സ്വീകരിക്കുന്നതെല്ലാം നെഗറ്റീവ് ചാനലിലൂടെയാണ് ക്രിസ്തു വരണത് പലപ്പോഴും. അത് എങ്ങനെ മനസ്സിലാക്കണത്? നെഗറ്റീവ് ചാനൽ. ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ അപ്പന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ പട്ടക്കാരനാക്കണത്. പക്ഷേ ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോൾ 3 മാസം മുമ്പ് അപ്പം പോയി, യാത്രയായി, തീർന്നു. പിന്നെ എന്നെ കൊണ്ടുപോകാനും ആരുമില്ല. ഞാനൊരു നിക്കറിട്ട് സ്വന്തമായിട്ടാണ് സെമേരി ചേർന്നത്. ആരുമില്ലായിരുന്നു. എനിക്കറിയാവുന്ന ഒരു കർത്താവിൻ്റെ മാലാഖ ഉണ്ടായിരുന്നു. ആകപ്പാടെ കൊന്ത പോലും അറിയാൻ പാടില്ല. കർത്താവിൻ്റെ മാലാഖ എൻ്റെ അപ്പം പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ. ഞാൻ എവിടെ പോയാലും കർത്താവിൻ്റെ മാലാഖ ചൊല്ലിക്കൊണ്ടേ പോകത്തുള്ളൂ. പക്ഷെ അത് ഇത്രയും വലിയ പ്രാർത്ഥനയാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി. രക്ഷാകര സംഭവങ്ങൾ മനുഷ്യൻ മുട്ടയിൽ നിന്ന് മൊത്തം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന കർത്താവിൻ്റെ മാലാഖയാണ്. എന്താണ്? ആ കർത്താവിൻ്റെ മാലാഖ തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയണത്. എന്താണ്? കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ
മറിയം ഗർഭം ധരിച്ചു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം മരിച്ചത് ഒരു നെഗറ്റീവ് കാര്യമാണല്ലേ, അപ്പം മരിച്ചത്. പിന്നെ എന്താണ് അതിലൂടെ ഉണ്ടായ ഇമ്പാക്റ്റ്? എന്താ എൻ്റെ അപ്പൻ്റെ മരണത്തിലൂടെ ഉണ്ടായ ഇമ്പാക്റ്റ് എന്താണ്? എൻ്റെ കോൺഫിഡൻസ് തകർന്നു പോയി. നിൻ്റെ അപ്പൻ മരിച്ചാലും നിൻ്റെ കോൺഫിഡൻസ് തകർന്നാലും തകരാത്ത ഒരു ആളാണ് ക്രിസ്തു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ സെമിനാരി തന്നെത്താൻ വന്ന് ചേർന്നത്. അത് കാരണം എനിക്ക് എപ്പോഴും പേടിയുണ്ടാവും. എന്താ കാര്യം? നമ്മൾക്ക് ഒരു സപ്പോർട്ടീവായിട്ട് വീട്ടിലാരും ഇല്ല, ഗൈഡ് ചെയ്യാൻ പറ്റിയ ആളില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മുടെ സ്വകാര്യതയില്ലേ, സ്വകാര്യതയ്ക്കൊരു സെക്യൂരിറ്റി ഇല്ല. നിൻ്റെ സ്വകാര്യതയ്ക്ക് സെക്യൂരിറ്റി ഇല്ലാത്തൊരു കാലമുണ്ടാവും. നിൻ്റെ സ്വകാര്യമായ എല്ലാ മനുഷ്യരും ജീവിക്കണേ എങ്ങനെയാണ്? അവൻ്റെ സ്വകാര്യ ലൈഫിനൊരു സുരക്ഷിതത്വം വ്യക്തികളായിട്ടോ സ്ഥാപനമോ സംവിധാനമോ കൊടുക്കുന്നുണ്ടാവും. ഇതില്ലാതിരുന്ന കാരണം എനിക്കാകപ്പാടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി, എൻ്റെ സ്വകാര്യ സെക്യൂരിറ്റി എൻ്റെ വിശ്വാസം മാത്രമാണ്, എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് തന്ന വിശ്വാസം. ഞാൻ എപ്പോഴും സഭയുടെ പഠനം കൊണ്ട് ഫൈറ്റിംഗ് ഉള്ള ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബമാണ് സഭ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം കുടുംബത്തിൽ നിന്ന് കിട്ടാത്ത ഒന്നും ഇന്നും എൻ്റെ ജീവിതത്തിലില്ല. സെമിനാരി വന്നപ്പോൾ കിട്ടിയതെന്നൊക്കെ പറഞ്ഞത് ഇതിനെ ഒന്ന് അതിൻ്റെ ആശയങ്ങളെ കുറച്ചുകൂടി റീസണബിളാക്കാൻ വേണ്ടി അവർ കുറച്ച് ബുദ്ധിമുട്ടിയെന്നും സത്യമാണ്. പക്ഷേ ഞാൻ അനുഭവത്തിൽ വിശ്വസിച്ച് വന്നത്, എൻ്റെ അപ്പം 12 മണി പട്ടാപ്പകലൊക്കെ ഈ വീട്ടിലെ പറമ്പിലൊക്കെ ജോലി ചെയ്തു വന്നിട്ട് അപ്പം കണ്ണീരിട്ട് 12 തിരികെ കത്തിച്ച് അപ്പം കൈവിരിച്ചൊക്കെ ഈശോയുടെ മുമ്പിൽ നിൽക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അപ്പം തന്നെയാണ് ബൈബിള്, അപ്പം തന്നെയാണ് വേദപാഠപുസ്തകം. അപ്പനെയും അമ്മയേക്കാൾ വലിയ മതപുസ്തകങ്ങളില്ല. അതുകൊണ്ട് അപ്പനും അമ്മയും എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നിങ്ങളാണ് ദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകം. ശ്രദ്ധിക്കട്ടെ. മാതൃകയാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. യേശുവേ ആരാധന. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ കുഞ്ഞിന് എന്തോ ചെവി കേൾക്കാൻ പാടില്ല. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് അമ്മ പറഞ്ഞത്, ചെവി മൊത്തമല്ല, അല്പം കേൾക്കാൻ പാടില്ല. പക്ഷേ അമ്മ എന്നോട് പറഞ്ഞത്, കുഞ്ഞിന് ഭയങ്കര പേടിയാണ് അച്ഛാ, ഇരുട്ടിനെ പേടി, സ്വരത്തിൽ സംസാരിച്ച പേടി, അതാണ് ചീട്ടൽ എഴുതി വച്ചിരിക്കണത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥന ഇടയ്ക്ക് നിർത്തി. ഞാൻ പറഞ്ഞു, തള്ളേ, ആദ്യം നിങ്ങളുടെ നിലവിളി നിർത്ത്. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് ഒരു അമ്മയാകാനുള്ള യാതൊരു യോഗ്യതയുമില്ല. കാര്യം ഞാൻ ഓൺ ദി സ്പോട്ടിൽ പറയത്തില്ല ആൾക്കാരോട്, പിന്നെ വെച്ചിട്ട് പറയാൻ നമുക്ക് ആളെ കിട്ടത്തില്ലല്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പ്രസവിക്കാനോ ഒരു കുഞ്ഞിനെ വളർത്താനോ ഒരു യോഗ്യതയുമില്ല. എന്താ കാര്യം? ഇവർ എന്തെങ്കിലും നിസ്സാര കാര്യമാകുമ്പോൾ തന്നെ ആനമൂത്രം പോലെ ഇങ്ങനെ നിലവിളിക്കാൻ തുടങ്ങും. ഈ പെറ്റ കുഞ്ഞ്, ആ കുഞ്ഞുനാൾ മുതൽ ഇവരുടെ കണ്ണും കരച്ചിലും കണ്ട് ആ കൊച്ചിൻ്റെ ആത്മവിശ്വാസം തകർന്നു പോയി. കുഞ്ഞിന് പേടിയായി. ഇനി ഇവർ വേണമെങ്കിൽ പേടിപ്പിക്കുകയും ചെയ്യും, പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യത്തില്ല. മാക്കാമ്പന് കൊക്കോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പിക്കത്തില്ല. എന്തെങ്കിലും ചോറ് തിരിക്കാനാണെങ്കിലും മുല കൊടുക്കാനാണെങ്കിലും നമ്മൾ പേടിപ്പിക്കും. കുഞ്ഞുങ്ങളുടെ പേടിയെല്ലാം നിങ്ങൾ അമ്മമാരായിട്ട് പകർന്നിട്ടാണ്. പക്ഷെ ചില അമ്മമാരുണ്ട്, നല്ല ചങ്കൂറ്റം പോലെ നിൽക്കും. കൊച്ചു താഴെ വീണാൽ പോലും ആ തരതാഴ്ത്തുമെന്നുള്ളതാണ്. കൊച്ചുങ്ങളെ വീഴും, അതൊക്കെ തരതാഴ്ത്തുമെന്നുള്ളത്. നമ്മൾ ചെന്നാൽ മാത്രമേ നിലവിളിക്കത്തില്ല, അല്ലെങ്കിൽ ആ കൊച്ചു തരതാഴ്ന്നിട്ട് വരുവേ. നമ്മൾ എൻ്റെ അമ്മ മകളെ എന്നും പറഞ്ഞ് ഞങ്ങൾ ഓടി ചെല്ലുമ്പോഴത്തേനും കൊച്ചു കയറാൻ തുടങ്ങും. നമ്മൾ ചെല്ലാനുണ്ടെങ്കിൽ കയറാൻ തുടങ്ങും കൊച്ചിനെ, കാരണം സ്വരം കൂടും. നമ്മൾ മൈൻഡ് ചെയ്യില്ല. ആരും അമ്മ, നിങ്ങൾക്കറിയാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചു നോക്കിയിട്ട് അങ്ങോട്ടും കൊച്ചു അമ്മനെ കണ്ടില്ലെങ്കിൽ തന്നെത്താഴ്ന്നിട്ട് ഒരു സംഭവം. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം,
കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തണമൊന്നും ചെയ്യരുത്, മാനുഷികമായ ഭാഷയെ പറഞ്ഞ. പക്ഷെ ദൈവം തൻ്റെ പുത്രൻ നമുക്ക് നൽകുമ്പോൾ നമ്മുടെ ഈ മാനുഷികാവകാശം ചില സമയത്ത് ഡാമേജ് ചെയ്യും. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി മാനുഷികമായ ഒരു അഹങ്കാരത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. താമറിനായാലും റൂത്തിനായാലും ഒക്കെ ഈ മനുഷ്യാത്മാവും ലോകാത്മാവും ഇത്തിരി കൂടുതലാണ്. അതുകൊണ്ട് മറിയത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ മറിയം ആണ് ഒത്ത ആളായിട്ട് ദൈവത്തിന് കിട്ടിയത്. മറിയം ചില്ലറപ്പുള്ളിയല്ലേ. മറിയം എന്തെങ്കിലും പറഞ്ഞാൽ സമയമായെന്ന് മറിയം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് കർത്താവും പറയണത് സമയമായെന്ന് അമ്മ പറഞ്ഞാൽ സമയമായി എന്ന് പറഞ്ഞാൽ എന്താ? മറിയത്തിനെ വിട്ടങ്ങനെ ദൈവത്തിന് ചെയ്യാൻ പറ്റത്തില്ല. എത്ര 4000 കൊല്ലത്തെ സ്ത്രീകളെ മുഴുവനും ഇൻ്റർവ്യൂ ചെയ്ത് മാറ്റിയിട്ടല്ലേ ഈ ആളെ എടുത്തിരിക്കണത്. അപ്പോൾ ആൾ ചില്ലറപ്പുള്ളിയൊന്നും അല്ലല്ലോ. അതാണ് വിഷയം. ആളെ മനസ്സിലാക്കണം നമ്മൾ ആദ്യം. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അമ്മ പറഞ്ഞു, അപ്പാ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, ഇത് നല്ല റിസ്ക്കുള്ള പരിപാടിയാണ്, ഇത് 10-33 കൊല്ലത്തെ പദ്ധതിയാണ്, ഇത് ചോരയും കണ്ണീരും മാത്രമേ ഈ പദ്ധതിയിലുള്ളൂ, ഞാൻ കുരിശിന് ചൂണ്ടി വരെ നിൽക്കണമെന്നൊക്കെ എല്ലാം. കാരണം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുമ്പോഴേ ടോപ്പ് വെളിപാട് നടക്കുമ്പോൾ അമ്മ ഉടനെ അതിനെക്കുറിച്ച് സംസാരിക്കത്തില്ല. കാര്യം സംസാരിച്ചുകൊണ്ട് കാര്യമില്ലാത്ത വിഷയമാണ്. അതെന്ത് ചെയ്യും? അമ്മ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കും. കുരിശിൻ്റെ അംശമുള്ള നമ്മുടെ പെസഹാപ്പത്തിലൊക്കെ കുരിശ് വെച്ച് വരത്തില്ലേ? അപ്പോൾ കുരിശ് വെച്ച് വരണ അനുഭവങ്ങളുണ്ട്. അതിൽ തന്നെ കുരിശ് വെച്ച് വരുന്ന അനുഭവങ്ങളുണ്ട്. കുരിശ് വെച്ച് വരുന്ന അനുഭവങ്ങൾ അമ്മ കഴിച്ചാൽ പിന്നെ മിണ്ടത്തില്ല. അമ്മ മിണ്ടാണ്ടിരിക്കും. എന്താ കാര്യം? ഇത് കാൽവരി വരെ പോകുന്ന ഒരു പദ്ധതിയാണിത്. ചെറിയ യാത്രയല്ല. ഇതിപ്പോൾ ടൈമിൽ ചെയ്ത് തീർക്കാനുള്ളതല്ല. അതുകൊണ്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതേക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കും. ഈ ധ്യാനം ആദ്യം തുടങ്ങിയ മംഗളവാർത്ത സമയത്തിലാണ്. മംഗളവാർത്തയിൽ പെട്ടെന്ന് അമ്മ പറഞ്ഞു, അപ്പാ പറഞ്ഞ എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പരിശുദ്ധാത്മാവിനോട് പറയണ്ടേ, എനിക്കിതിനകത്ത് ഒന്നേ പറയുന്നുള്ളൂ, ഇനി എന്തെല്ലാമൊക്കെ കാഷ്വാലിറ്റി ഉണ്ടായാലും ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്, ഇതാ കർത്താവിൻ്റെ ദാസി. പിന്നെന്ത് ചെയ്യണം? നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പോഴേ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് അമ്മയാണെന്ന് ലോകത്തോട് പറയണത്. എന്താണ് കാര്യം? മറിയം ദാവീദിൻ്റെ വംശത്തിൽ ജനിച്ചു, രാജകീയമായിട്ടുള്ള കുടുംബ പാരമ്പര്യമുണ്ട്, തറവാട്ട മഹിമയുണ്ട്. മറിയം ആസാനൊന്നും പറയണില്ല. ബൈബിളാണ് ലൂക്കായും മത്തായും ഒക്കെ മറിയത്തിൻ്റെ രാജകീയമായിട്ടുള്ള പാരമ്പര്യമൊക്കെ പറയണത്, തറവാട്ട മഹിമ പറയണത്. അമ്മ പറഞ്ഞ്, ഈ തറവാട്ട മഹിമ പുസ്തകത്തിലെ പശു പോലെയാണ്, ഇതൊന്നും പുല്ല് തിന്നത്തില്ലെന്ന് നമുക്കറിയാം. നിൻ്റെ മഹിമകളൊന്നും പുല്ല് തിന്നത്തില്ല. അതുകൊണ്ട് അമ്മ എന്ത് പറയും? ആ സംഭവമൊക്കെ ഞാൻ ഇവിടുന്ന് മാറ്റണത്. എനിക്കിതേ പറയാനുള്ളൂ, ഇതാ കർത്താവിൻ്റെ ദാസി. നിങ്ങൾ പരാജയപ്പെടുമ്പോഴും തോക്കുമ്പോഴും അമ്മയോട് ചേർന്ന് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പോഴെന്ത് പറയും? അപ്പോൾ നീ ക്രിസ്തുവിനെ നീ സ്വീകരിച്ചിരിക്കും. കയ്യടിക്കടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ.